പ്രിയമുള്ളവരെ, മനുഷ്യമൂത്രത്തെക്കുറിച്ച് വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പാഠങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ കൃത്യമല്ല, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് അല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ജനങ്ങൾക്കിടയിൽ, അതിൻ്റെ ശരിയായ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടണം എന്ന ആശയം ഉടലെടുക്കുന്നത്. ഇക്കാര്യം വിശദീകരിച്ചു കൊണ്ടുള്ള പുസ്തകവും ക്ലാസ്സുകളും ഡോക്യുമെൻ്ററി ഫിലിമും ഒക്കെ ഉണ്ടായത് ഈ ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂത്രം ശുദ്ധീകരിച്ച രക്തത്തിൻ്റെ ഉൽപ്പന്നമാണെന്നോ അതിലുള്ളത് അമൂല്യങ്ങളായ പോഷക ഔഷധ ഘടകങ്ങളാണെന്നോ ഉള്ള കാര്യങ്ങൾ നാം പഠിച്ച പാഠപുസ്തകങ്ങൾ പറയുന്നില്ല. ഇത്രയും പോഷകം രക്തത്തിൽ നിന്ന് ശരീരം അരിച്ചെടുത്തത് ഗർഭസ്ഥ ശിശുവിന് മുലപ്പാലിന് പകരം കുടിക്കാൻ നൽകാനാണ് എന്ന ശാസ്ത്രജ്ഞാനവും പാഠപുസ്തകങ്ങൾ നൽകുന്നില്ല. അതുകൊണ്ടാണ് ഈ അറിവ് പ്രചരിപ്പിക്കാൻ നാം മുന്നോട്ട് വന്നത്. സംഘടനയൊന്നുമില്ലാതെ തന്നെയാണ് ഈ ആശയം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സംഘടനാ രൂപം കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. മൂത്രം എല്ലാ മനുഷ്യരിലും ഉള്ളതാണെങ്കിലും മനുഷ്യരെല്ലാം വ്യത്യസ്തങ്ങളായ ചിന്തകളും വിശ്വാസങ്ങളും പേറി നടക്കുന്നവരാണ്. അതിനാലാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനൊരു കൃത്യമായ ഭരണഘടന അല്ലെങ്കിൽ ബൈലോ, അതായത് ഒരു കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടാകണം എന്ന് തീരുമാനിച്ചത്. സംഘടനയുടെ പ്രവർത്തനം തികച്ചും മാനവികമായിരിക്കണം. മനുഷ്യരെ മുഴുവൻ ഒറ്റക്കെട്ടായി നിർത്തുന്നത് അവൻ്റെ മാനവികത ആണ്. ജാതി, മതം, വംശം, കക്ഷിരാഷ്ട്രീയം, ദൈവവിശ്വാസം, നിരീശ്വരവാദം, ഭാഷ, ദേശം, ഇങ്ങനെ മനുഷ്യചിന്തയെ വിഭജിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ഈ വിഭജനത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും നമ്മുടെ സംഘടനയ്ക്കകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നമ്മുടെ ബൈലോയുടെ പൊരുള്. മനുഷ്യമൂത്രത്തെക്കുറിച്ചുള്ള ആധുനിക ശാസ്ത്ര ബോധ്യങ്ങൾക്ക് പ്രചാരം നൽകുക എന്നത് മാത്രമാണ് ബൈലോ പ്രകാരം വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ കർത്തവ്യം. അത് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കണോ വേണ്ടയോ എന്ന് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാവുന്നതാണ്. സംഘടന ഒരു സമ്മേളനം നടത്തുമ്പോഴും അതൊരു ശാസ്ത്ര സമ്മേളനമായിരിക്കണം. അവിടെ പൊളിറ്റിക്സോ കക്ഷി രാഷ്ട്രീയമോ മതവിശ്വാസങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ നിരീശ്വരവാദപരമായ ചിന്തകളോ ഈശ്വരവിശ്വാസമോ ദേശീയവാദമോ ഇത്തരത്തിലുള്ള തർക്കവിഷയങ്ങൾ, ഇതൊക്കെ തർക്കവിഷയങ്ങൾ തന്നെയാണെന്നും ഇതൊന്നും തന്നെ കടന്നു വരേണ്ടതില്ല. അപ്പോൾ മാത്രമേ ഇത് എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഒരുപോലെ സ്വീകാര്യമാവുകയുള്ളൂ. ഈ നിലപാടിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരികയും എല്ലാവരുടെയും അംഗീകാരമില്ലാത്ത ഇത്തരം തർക്ക വിഷയങ്ങൾ സംഘടനക്കകത്ത് കയറി വരികയും ചെയ്താൽ അന്തരീക്ഷത്തിലത് അസ്വസ്ഥതകളുണ്ടാക്കും. ഒരു ബൈലോ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ അംഗങ്ങളെല്ലാം ബാധ്യസ്ഥരാണ്. ബൈലോയിൽ അപാകമുണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണ്. പക്ഷേ മാറുന്നതൊരു നിലപാടാണ് എന്ന് നാം മനസ്സിലാക്കണം. നിലപാട് മാറ്റുകയും പുതിയ ബൈലോ അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ നാം പിന്നെ പുതിയ നിലപാട് സ്വീകരിക്കുകയും അത് കാത്തു സൂക്ഷിക്കുകയും വേണം. ഇതൊരു സാമാന്യ ബോധം മാത്രമാണ്. ഈ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതൊരു സംഘടനയ്ക്കും ഭരണകൂടത്തിനും നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഭരണഘടനയ്ക്കെതിരായ ചിന്തകൾ വരുമ്പോൾ അസ്വാസ്ഥ്യങ്ങൾ ഉടലെടുക്കും. ഇത് രാജ്യത്തിനകത്തായാലും ശരി, സംഘടനയുടെ അകത്തായാലും ശരി, അതുണ്ടാകും. വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനോ മതത്തിനോ വിശ്വാസത്തിനോ അവിശ്വാസത്തിനോ ഒന്നും തന്നെ ഇരയായി തീരരുത് എന്ന ലക്ഷ്യബോധത്തോടെയാണ് നാം ആരംഭിച്ചത്. സംഘടനയ്ക്ക് കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും എല്ലാ സങ്കുചിത താല്പര്യങ്ങൾക്കും അതീതമായിരിക്കണം എന്ന നമ്മുടെ നിലപാട് കാരണമാണ് സംഘടന മനുഷ്യമൂത്രത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വീകാര്യമായി തീരുന്നത്. വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ എന്നത് തീർത്തും ഒരു ശാസ്ത്ര അന്വേഷണ മാർഗം മാത്രമാണ്. നന്ദി.